ഹലോ ഗായ്സ്, എനിക്ക് മോർണിംഗ് ഷിഫ്റ്റുള്ള ഒരു ദിവസത്തെ വാട്ട് ഐ ഏറ്റിനെ ഡേ നോക്കിയാലോ. അപ്പോൾ രാവിലെ തന്നെ നല്ല ചൂട് റാഗി പുട്ടും പിന്നെ കടലക്കറിയും കൂടെ കട്ടൻ ചായയും കൂടെ കുടിച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റാഗി ഞാൻ മേടിച്ചത് ഒരു വെയിറ്റ് ലോസ് ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്താണെങ്കിലും ഡ്രിങ്ക് ഉണ്ടാക്കലൊന്നും നടന്നിട്ടില്ല. ഒരു 3-4 ദിവസം കുടിച്ചപ്പോൾ തന്നെ എനിക്കും അടുത്തിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഇരുന്ന് പാഴാക്കി കളയണ്ടല്ലോ, അത് വെച്ച് പുട്ട് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ കുക്കിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന്. അതും വെറും കുക്കിംഗ് അല്ല കേട്ടോ, കുക്കിംഗ് വിത്തൗട്ട് ഫയർ. എനിക്ക് സത്യം പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചെന്നതിന് ശേഷമാണ് അറിയുന്നത് ഇതേപോലെ കോമ്പറ്റീഷനൊക്കെ നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ മാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടോ. സാധനങ്ങളൊക്കെ പുള്ളിക്കാരിയുടെ റൂമിൽ നിന്നാണ് ഞങ്ങളെല്ലാം എടുത്തത്. പിന്നെ ബാക്കി കുറച്ച് ഐറ്റംസ് ഞങ്ങൾ സെപ്റ്റോയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ബാക്കി ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം വെച്ചിട്ട് ഞങ്ങൾ സെറ്റാക്കി. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി കേട്ടോ. കുക്കുംബർ ചാട്ട്, കോൾഡ് കോഫി, വെജ് സാൻഡ്വിച്ച്, ഓറിയോ കേക്ക്, അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ 4 ഐറ്റംസ് ആണ് കേട്ടോ 2 മണിക്കൂറിൽ ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഒരു പോംഗ്രനേറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി സാലഡും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണറായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ആഷ്ന. അപ്പോൾ അവളും ഞാനും കൂടെയാണ് ഈ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയെടുത്തത്. അവളാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞങ്ങളുടെ ആ ഓറിയോ കേക്കിന് വൻ ഡിമാൻഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൈസൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. എന്താണെങ്കിലും പ്രൈസ് അനൗൺസ് ചെയ്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രൈസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഞാൻ വഴിയെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ രാത്രി കുഴക്കട്ടയായിരുന്നു ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിക്കാനായിട്ട് കുറേ ദിവസം എനിക്കും ഫ്രണ്ടിനും നല്ല ക്രേവിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കി കഴിച്ചു. പിന്നെ കൂട്ടത്തിൽ കട്ടൻ ചായ. ഇതിൻ്റെ കൂടെ കട്ടൻ ചായ ഇല്ലെങ്കിൽ എന്താ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അന്നത്തെ ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. താങ്ക്